This is Andlia, first year MBBS student at Tajik National University. So, this is my first video. അപ്പോൾ നാട്ടിൽ നിന്ന് തജിക്കിസ്ഥാനിലോട്ട് വരുന്ന കുട്ടികൾക്ക് എന്തായാലും ഡൗട്ടൊക്കെ കാണും. ഇവിടുത്തെ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയായിരിക്കും, ഫുഡ്, മെസ്സ്, പിന്നെ ഹോസ്റ്റൽ ടൈമിംഗ് ഒക്കെ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഹോസ്റ്റലിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണിപ്പോൾ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റൽ. ഇതിൽ 12 നിലയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസും തജിക്കി സ്റ്റുഡൻസും ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ഗാർഡൻ ഏരിയ പോലെ ഉണ്ട്. അപ്പോൾ ഈ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നത്. അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹാള് കാണാം. പിന്നെ ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ ഇന്ത്യൻ ഫാക്കൽറ്റീസിൻ്റെ റൂംസും ഇവിടെയാണ് വരുന്നത്. എൻ്റെ റൂം വരുന്നത് 4th ഫ്ലോറിലാണ്. 2nd ഫ്ലോർ സീനിയേഴ്സിനും പിന്നെ 3rd 4th ഫ്ലോറുമാണ് ഞങ്ങൾ ജൂനിയേഴ്സിനും ഉള്ളത്. ഇതാണ് എൻ്റെ റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. 4 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന റൂമാണിത്. പിന്നെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ മെസ് ബിൽഡിങ്. ഇവിടെ നമുക്ക് വാഷ്റൂംസ് അറ്റാച്ച്ഡ് ആയിട്ടല്ല വരുന്നത്, പകരം 2 കോമൺ ആയിട്ടുള്ള വാഷ്റൂംസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് 2 വാഷ് ബേസിൻ ആണ്. അതുകൂടാതെ ലോണ്ട്രിക്ക് വേണ്ടി വാഷിംഗ് മെഷീനും അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ മെസ് ഹാള്. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അറ്റ് എ ടൈം ഒരു 60 സ്റ്റുഡൻസിനൊക്കെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും. ഇവിടെ പിന്നെ ഇന്ത്യൻ മെസ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഹോസ്റ്റൽ ടൈമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ മോർണിംഗ് 6 AM ടു ഈവനിങ് 8:30 PM വരെയാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ 8:30 PM വരെ. ഇനി അടുത്ത സമ്മറൊക്കെ ആകുമ്പോഴേക്കും അതൊരു 10 PM വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. സോ ദിസ് ഈസ് മൈ ഹോസ്റ്റൽ ടൂർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫീസായിട്ട് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഹോസ്റ്റലായിട്ട് റിലേറ്റ് ചെയ്തോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. അതിൽ DM ചെയ്താൽ മതി. സോ അത്രയേ ഉള്ളൂ. ബൈ.